ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരി. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. എല്ലാവർക്കും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് 38ാമത്തെ ശ്ലോകം. സമുന്മീല സംവീത് കമലമകരന്ദൈകരസികം ഭജേഹം സദ്വന്വം കിമഭി മഹദാം മാനസചരം യദാലാപാദഷ്ടാദശഗുണിതവിദ്യാ പരിണതിർ യദാ ദത്തേ ദോഷാത് ഗുണമഖിലമഭ്യപയൈവ. പദച്ഛേദം ചെയ്യാം. സമുന്മീല സംവിത് കമല മകരന്ദൈകരസികം ഭജേ ഹംസദ്വന്ദ്വം കിം അപി മഹദാം മാനസചരം യത് ആലാപാത് അഷ്ടാദശ ഗുണിത വിദ്യാ പരിണതിഃ യത് ആദത്തെ ദോഷാത് ഗുണം അഖിലമഭ്യാപയ ഇവ. പദ അർത്ഥം പറയാം. സമുന്മീല സംവിത് കമലമകരന്ദൈകരസികം വികസിച്ചതായ ജ്ഞാനരൂപ താമര പുഷ്പത്തിലുള്ള മധുപാനത്തിൽ മുഖ്യരസത്തോടു കൂടിയതും മഹതാം മഹാത്മാക്കളായ യോഗീശ്വരന്മാരുടെ മാനസചരം മനസ്സാകുന്ന മാനസ സരസിൽ സഞ്ചരിക്ക ശീലമായിട്ടുള്ളതും കിമഭി അനിർവചനീയവുമായ ഹംസദ്വന്ദ്വം ശിവശക്തി സമ്പുടരൂപമായ അരയന്ന മിഥുനത്തെ, ഭഗവതിയെയും ഭഗവാനെയും പറയുന്ന ശിവശക്തി സമ്പുടരൂപമായ അരയന്ന മിഥുനത്തെ, അരയന്നവും പേടയും ചേർന്നിരിക്കുന്നതുപോലുള്ള ശിവദമ്പതികളെ ഭജേ ഞാൻ ഭജിക്കുന്നു, അതായത് ഞാൻ സേവിക്കുന്നു, ഞാൻ ഉപാസിക്കുന്നു. ഏത് ആലാപാത് യാതൊരു ഹംസമിഥുനത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് അഷ്ടാദശ ഗുണിത വിദ്യാപരിണതിഹി 18 എന്ന സംഖ്യ കൊണ്ട് കണക്കാക്കപ്പെടുന്ന വിദ്യകളുടെ പരിണാമം ഉത്പത്തി ഉണ്ടായത്. ഇത് യാതൊരു ഹംസമിഥുനം ദോഷാത് ഗുണദോഷമിശ്രമായ വസ്തുവിൽ നിന്ന് അഖിലം ഗുണം നിശേഷമായ ഗുണത്തെ മാത്രം അദ്ഭ്യഹ പാലും വെള്ളവും കലർന്നിരിക്കുന്നതിൽ നിന്ന് പയ പറഞ്ഞ പാല് ഇവ പാലിനെ മാത്രം എന്ന പോലെ ആദത്തെ സ്വീകരിക്കുന്നു. ഈ ഹംസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പാലും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ പാല് മാത്രം വേർതിരിച്ച് കുടിക്കും അത്ര ഹംസം. അപ്പോൾ അവിടെ വെള്ളം മാത്രം ബാക്കി വരും. അപ്പോൾ ഇവിടെ അതുപോലെ പറയുന്നതാണ് ഹംസമിഥുനം. ഭഗവതിയെയും ഭഗവാനെയും പറ്റി പറയുന്നതാണ്. അവരുടെ സംഭാഷണത്തിൽ അഷ്ടാദശ ഗുണിത വിദ്യാപരിണതി 18 എന്ന സംഖ്യ കൊണ്ട് കണക്കാക്കപ്പെടുന്ന 18 എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും 18 എന്ന് കേൾക്കാറുണ്ട് അല്ലേ. അതിനൊരു പ്രത്യേകതയുണ്ട്. 18 അധ്യായം, 18 പടികൾ, 18 വിദ്യ, 18 അടവ്, നമ്മൾ സ്വതവേ പറയുന്നതാണല്ലേ 18 അടവ് എന്നൊക്കെ. അപ്പോൾ ഈ 18ൻ്റെ പ്രത്യേകതയാണ് ഇവിടെ കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള 18 എന്ന സംഖ്യ കൊണ്ട് കണക്കാക്കപ്പെടുന്ന വിദ്യകളുടെ പരിണാമം 18 പർവം എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും 18 എന്ന് പറയുന്നത് ഇവിടെ പ്രസക്തമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് മാനസ ശബ്ദത്താൽ മനസ്സിങ്കൽ മാനസ സരസിനെ ആരോപിച്ചിരിക്കുന്നു.
മാനസ സരസ് ഹംസങ്ങളുടെ നിത്യവാസസ്ഥാനമാണല്ലോ. ഏത് ആലാപാത്, യാതൊരു ഹംസദ്വന്ദ്വത്തിൻ്റെ ആലാപത്തിൽ നിന്ന് അഷ്ടാദശ ഗുണിത വിദ്യാപരിണതി, 18 വിധം വിദ്യകളും സംഭാഷണ രൂപത്തിൽ പരിണമിച്ചു എന്നർത്ഥം. ഇത് യാതൊരു ഹംസദ്വന്ദ്വം ആദത്തെ, അതായത് ആരാണ് ഹംസദ്വന്ദ്വം? പരമശിവനും ഭഗവതിയും. ആദത്തെ അത് ഗ്രഹിക്കുന്നു, അത് സ്വീകരിക്കുന്നു. ദോഷത്തെ കളഞ്ഞിട്ട് ഗുണം പോലെ തന്നെ ദോഷഭാവത്തിൻ്റെയും ഗ്രാഹ്യത്വമുള്ളതിനാൽ ഗുണശബ്ദം ദോഷാഭാവത്തിൻ്റെയും ഉപലക്ഷണമാകുന്നു എന്ന് പറയുന്നു. അത് അഖിലം സമസ്തം അഭ്യഹ, വെള്ളത്തിൽ നിന്ന് ഇവിടെ പാലിനെ എന്ന പോലെ ഈ 18 വിദ്യകളിൽ നിന്നും നമ്മൾക്ക് ഗ്രാഹ്യമായത്, നമുക്ക് വേണ്ടുന്നത് മാത്രം, ഗുണശബ്ദം മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നു. ദോഷഭാവങ്ങളെ വിട്ടുകളയുന്നു. പാലിൽ നിന്ന് വെള്ളത്തെ വിട്ടുകളഞ്ഞതുപോലെ ദോഷഭാവങ്ങളെയെല്ലാം വിട്ടുകളയുന്നു എന്ന് പറയുന്നു. ഈ ഭഗവതിയെയും ഭഗവാനെയും ഉപാസിച്ചാലുള്ള ഗുണമാണ് അത് കേട്ടോ. സാരം പറയാം. അല്ലയോ ഭഗവതി, വികസിതമായ ജ്ഞാനസ്വരൂപ കമല കുസുമത്തിലുള്ള പൂന്തേനിൻ്റെ ആസ്വാദനത്തിൽ മുഖ്യരസത്തോടു കൂടിയതും മഹാത്മാക്കളുടെ മനസ്സാകുന്ന മാനസ സരസിൽ വിഹരിക്ക ശീലമായിട്ടുള്ളതും, അതായത് യോഗീശ്വരന്മാരുടെ എല്ലാം മനസ്സിലാണ് ഈ ഭഗവാനും ഭഗവതിയും വിഹരിക്കുന്നത്. ഇന്ന വിധമെന്ന് നിർദ്ദേശിക്കുവാൻ കഴിയാത്തതുമായ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു. നമ്മൾ ഓരോ സാധകന്മാരും ഭജിക്കാൻ വേണ്ടി നമുക്ക് ഭഗവത് പാദരെ നമ്മളെയും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. യാതൊരു ഹംസമിഥുനത്തിൻ്റെ സംഭാഷണം 18 വിദ്യാരൂപമായി പരിണമിച്ചിരിക്കുന്നു. യാതൊരു ഹംസമിഥുനം ജലത്തിൽ നിന്ന് ക്ഷീരത്തെ എന്ന പോലെ ദോഷസമ്മിശ്രമായ വസ്തുവിൽ നിന്ന് അഖില ഗുണത്തെയും സ്വീകരിക്കുന്നു. അതായത് ദോഷസമ്മിശ്രമായതിൽ നിന്ന് ദോഷത്തെ വിട്ടുകളഞ്ഞിട്ട് ഗുണത്തെ മാത്രം സ്വീകരിക്കുന്നു. അങ്ങനെ ഭഗവാനെയും ഭഗവതിയെയും ഉപാസിച്ചാൽ നമ്മുടെ അജ്ഞാന അന്ധകാരങ്ങളെല്ലാം നീങ്ങുന്ന മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ പറയുന്നത് ദോഷങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഗുണത്തെ മാത്രം നമ്മൾ സ്വീകരിക്കും, ഉപാസകരും സ്വീകരിക്കും. നമ്മുടെ മനസ്സിലും ഭഗവാനും ഭഗവതിയും വിളങ്ങിയാൽ എന്ന് സാരം. ഹരിയോം. ആ ഹൃദയ കമലത്തിൽ ഭഗവാനും ഭഗവതിയും വിളങ്ങുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം വിട്ടുമാറി ഗുണങ്ങൾ മാത്രം നമ്മൾക്ക് സ്ഥിരമായി നിൽക്കും എന്ന്. ഹരിയോം. ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാച മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി അദ്യേൻ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.